നമസ്കാരം, ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. നെല്ലായി കൊളുത്തൂരിൽ ബസ് ഇടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര അയ്യന്തോൾ വീട്ടിൽ ക്രിസ്റ്റി, ഭാര്യ നിഷ, ക്രിസ്റ്റിയുടെ സഹോദരൻ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂരിൽ ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു. കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ദേശീയപാത നെല്ലായി കൊളുത്തൂരിൽ ബസ് ഇടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര അയ്യന്തോൾ വീട്ടിൽ 54 വയസ്സുള്ള ക്രിസ്റ്റി, ഭാര്യ 46 വയസ്സുള്ള നിഷ, ക്രിസ്റ്റിയുടെ സഹോദരൻ 64 വയസ്സുള്ള ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30 കൊളത്തൂർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. പെട്ടെന്ന് ബ്രേക്കിട്ട ചരക്ക് ലോറിയിൽ ഇടിക്കാതിരിക്കാൻ നിർത്തിയ കാറിൽ പുറകിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ചുകയറി. ലോറിക്കും ബസിനുമിടയിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും കൊടകര പോലീസും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് 3/4 മണിക്കൂറോളം ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തൃശൂരിൽ ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 2:30 സംഭവം നടന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ രതീഷാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത്. ചില്ലറ നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലാണ് കരുവന്നൂർ സ്വദേശിയായ 68 വയസ്സുള്ള പവിത്രൻ മർദ്ദനത്തിന് ഇരയായത്. ഇദ്ദേഹം ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കാതെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറക്കുകയും അദ്ദേഹത്തെ തള്ളി താഴെയിടുകയുമായിരുന്നു എന്നാണ് മകൻ പറയുന്നത്. അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത്. രാജര അവിടെ നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ പോകുന്ന ശാസ്ത ബസ്സിലാണ്. അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല. അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടിയിൽ നിന്ന് അച്ഛനെ തള്ളിയിട്ടത്. എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്തോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ വീണ വഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു. ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത്. ഇപ്പോൾ ഡോക്ടറിനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡിൽ തലയിൽ 4 സ്റ്റിച്ച് ഉണ്ട്, സ്പൈനൽ കോഡിൽ ചതവുണ്ട്. അപ്പോൾ അതൊരു ഓപ്പറേഷന് വേണ്ടി വരും, അല്ലെങ്കിൽ പതുക്കെ പാരലൈസ്ഡ് ആയി പോവും. ആ ചതവ് തീർത്തിട്ടില്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ആ സർജറിക്ക് വേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ. അവിടെ ആൾക്കാർ ഈ കണ്ടക്ടർ പോയി പിടിച്ചില്ലെങ്കിൽ ആൾ കൊന്നേനെ അച്ഛൻ. ആ ശ്രീശാസ്ത്ര ബസ്സും അതിലെ ആ കണ്ടക്ടറും അവർ കൊല്ലണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് അവിടെ ബസ്സുകൾ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങിയപ്പോൾ പവിത്രൻ കല്ലിൽ തലയിടിച്ചു വീണു. തുടർന്ന് കണ്ടക്ടർ വീണ്ടും അയാളുടെ തല കല്ലിൽ പിടിച്ച് ഇടിക്കുകയായിരുന്നുവെന്നാണ് മകൻ പറയുന്നത്. സംഭവം കണ്ട് നാട്ടുകാർ ഓടിക്കൂടി. കണ്ടക്ടറെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ ആദ്യം ഇരിഞ്ഞാലക്കുട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പരിക്ക് ഗുരുതരമായിരുന്നതിനാൽ അവിടെ നിന്നും മെലൈറ്റ് മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. തലയിൽ തുന്നിക്കെട്ടലുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല പരിക്ക് ഗുരുതരമായതിനാൽ അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷന് ശേഷം സ്ഥിതി മെച്ചപ്പെടാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 14-ന് അദ്ദേഹത്തെ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. നിലവിൽ രതീഷ് റിമാൻഡിൽ കഴിയുകയാണ്. സംഭവത്തിന് ശേഷം പോലീസ് ബസ് പിടിച്ചെടുക്കുകയും രതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡിൽ പോവുകയായിരുന്നു. അന്ന് കൊലപാതക ശ്രമത്തിനായിരുന്നു റിമാൻഡിൽ പോയതെങ്കിൽ ഇപ്പോൾ ഈ സംഭവത്തോടെ കൊലപാതക കുറ്റം ചുമത്തുമെന്നാണ് അറിയുന്നത്.
സ്വകാര്യ ബസ് ജീവനക്കാരന്റെ മർദ്ദനത്തിൽ വയോധികൻ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരിക്കുന്നത് ദാരുണമായ സംഭവമാണ്. തുടർ നടപടികൾ സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിൽ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ കലാകാരി കുഴഞ്ഞു വീണ് മരിച്ചു. അരിമ്പൂർ തട്ടാശ്ശേരി ജയരാജിന്റെ ഭാര്യ സതിയാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. അരിമ്പൂരിന് സമീപം കൂട്ടാല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കൈകൊട്ടിക്കളിക്കിടെയാണ് സതി കുഴഞ്ഞു വീണ് മരിച്ചത്. ഉടൻ തന്നെ സതിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസം ലഭിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന അരിമ്പൂരിലെ സുമിത്ര ഭവനിലെ അംഗമാണ് സതി. 77-ാം വയസ്സിലും ഇത്തരത്തിൽ പാട്ടും നൃത്തവുമായി തന്റെ കലാജീവിതം മുന്നോട്ടു പോവുകയായിരുന്നു. ഇതിനിടെയാണ് മരണം. മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. 4/2024 സർക്കുലർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റും ഡ്രൈവിംഗ് പരിശീലനവും ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിക്കുന്നത്. കൂടിയാലോചനകൾ ഒന്നുമില്ലാതെ മന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആരോപിക്കുന്നത്. അടിമുടി മാറ്റം വരുത്തിയുള്ള പരിഷ്കാരങ്ങൾ ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ടെസ്റ്റിനായി പുതിയ ട്രാക്കുകൾ സജ്ജമായില്ലെങ്കിലും മാറ്റങ്ങളോടെയാകും ടെസ്റ്റ് നടത്തുക. വിഷയത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം ഇന്ന് ആരംഭിച്ചു. ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതും 15 വർഷത്തിൽ അധികം പഴക്കമുള്ളതും വാഹനങ്ങൾ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശവുമാണ് ഡ്രൈവിംഗ് പരിശീലകരെ പ്രധാനമായും ചൊടിപ്പിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ ആരംഭിച്ച സമരം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന സെക്രട്ടറി G. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CS അനിൽ, സേവ്യർ, PA ബൈജു, PB സുമി, ജയദേവൻ, അനന്തപത്മനാഭൻ, അഖിൽ പൊന്നൂസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർ ദിവസങ്ങളിലും പണിമുടക്ക് തുടരാനാണ് യൂണിയൻ തീരുമാനം. മീഡിയ ടൈം, ചാലക്കുടി. ഇടവിലങ്ങിൽ ചായക്കടയിൽ മോഷണം. ഇടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വെലിപ്പറമ്പിൽ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബജിക്കട, വത്സാലയത്തിന് സമീപം പാലത്തിങ്കൽ അനീഷിന്റെ ജയശ്രീ തട്ടുകട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. സ്ഥാപനങ്ങളുടെ താഴ് തകർത്താണ് മോഷണം നടത്തിയത്. ബജിക്കടയിലെ ചില്ലറപ്പെട്ടിയിലും ചാരിറ്റി ബോക്സിലുമുണ്ടായിരുന്ന 3000-ഓളം രൂപ നഷ്ടപ്പെട്ടു. ജയശ്രീ തട്ടുകടയിൽ നിന്ന് 600 രൂപ നഷ്ടപ്പെട്ടു. രാവിലെ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എടതുരുത്തി സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയും 16ഓളം കേസുകളിലെ പ്രതിയുമായ എടതുരുത്തി പുളിഞ്ചോട് സ്വദേശി ചുണ്ടയിൽ പ്രാൺ എന്ന ജിനീഷിനെയാണ് തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ കാപ്പ ആക്ട് പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയത്. കയ്പമംഗലം ഇൻസ്പെക്ടർ M. ഷാജഹാന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെയും കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാറിന്റെ ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ സമർപ്പിച്ച വിശദമായ റിപ്പോർട്ട് പ്രകാരമാണ് ജിനേഷിനെ നാടുകടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. നെല്ലായി കൊളുത്തൂരിൽ ബസ് ഇടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര അയ്യന്തോൾ വീട്ടിൽ ക്രിസ്റ്റി, ഭാര്യ നിഷ, ക്രിസ്റ്റിയുടെ സഹോദരൻ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂരിൽ ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു. കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.